അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ഓഫ് റോഡ് യാത്രയുണ്ട്. അപ്പോൾ ഇന്ന് സത്രം പോകാമെന്ന് ഓർത്ത് ആളിനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നാളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഓഫ് റോഡ് പോവാന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ നോക്കി അവസാനം ഒരു ഡേറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് നേരെ അവരെ വണ്ടി എടുത്ത് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരനും കൂടി വന്ന് അവർ രണ്ടുപേരും ഒരു വണ്ടിയിൽ, ഞാൻ എൻ്റെ വണ്ടിയിൽ ഒറ്റയ്ക്ക് അങ്ങനെ നേരെ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ പണ്ട് ഓഫ് റോഡ് ഇവിടെ വന്നിട്ടുണ്ട്, സത്രത്തിൽ പണ്ട് എൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടം വരുമ്പോഴത്തേക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അന്ന് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ അധികം മഴയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവായിരുന്നു. ഈ വട്ടം എന്തായാലും നല്ല ഫ്രഷൊക്കെ ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഓഫ് റോഡ് അടിച്ച് അങ്ങോട്ട് കയറാമല്ല, നല്ലൊരു മൂട്ടുണ്ട്. ഞാൻ രാവിലെ ധൃതി പിടിച്ചിറങ്ങിയതുകൊണ്ട് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇടാനും മറന്നുപോയി. അപ്പോൾ ഗ്ലൗസ് ഇല്ലെങ്കിൽ കയറുമ്പോൾ ഇനി മറയുമ്പോലും പറ്റുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാം. പിന്നെ നമ്മൾ മൺസൂണിൽ എവിടെ യാത്ര ചെയ്താലും അതൊരു അടിപൊളിയായിക്കോട്ടെ. കണ്ട ലെഫ്റ്റ് സൈഡിൽ ആ വ്യൂ നൈസാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് എടുത്തായിരുന്നത് എനിക്കെന്ന് ആ വ്യൂ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വണ്ടി നിർത്തണമെന്നുണ്ട്. പക്ഷേ അവരാണെങ്കിൽ നേരെ വിട്ടടിച്ച് പോവുകയും ചെയ്തുകൊണ്ട് നിർത്താൻ പറ്റിയില്ല. എന്നിട്ട് നേരെ വാളഞ്ഞാറ വാട്ടർഫോൾസ് എത്തിയിട്ട് ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഓർത്തിട്ട് 5-10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് ഓർത്ത് അവിടെ ഇറങ്ങാൻ ഓർത്ത്. അളിയാ സെറ്റല്ലേ? ബോട്ടം ടു ടോപ്പ് ഒരു വ്യൂ എടുക്കാൻ പുറത്താണ് വെള്ളച്ചാട്ടത്തിൽ. പക്ഷേ സംഭവം നടന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചതിലെ കിട്ടിയില്ല. പിന്നെ ചെക്ക് ചെയ്ത് അങ്ങോട്ട് ചെറുതായിട്ട് ഞാൻ സ്ലോ മോഷനൊക്കെ ആഡ് ചെയ്തിരുന്നു. കണ്ട ആ ചെറിയ സ്ലോ മോഷനൊക്കെ ആഡ് ചെയ്ത് അങ്ങോട്ട് ഒന്ന് ഒപ്പിച്ച് വെച്ച്. ശരിക്കും ആ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കണമെങ്കിൽ അടിപൊളിയാവും. അവിടെ നിന്ന് ഒട്ടും സമയം വഹിച്ചിട്ടാ. നേരെ അവിടെ നിന്ന് പരുന്തുംപാറയൊക്കെ ഇട്ട് പരുന്തുംപാറയിൽ നിന്ന് അവിടെ നിന്ന് വണ്ടി കയറി പിന്നെ അവിടെ നിന്ന് നേരെ പോകുമ്പോൾ സത്രം പോകണത്. അപ്പം പരുന്തുംപാറയ്ക്ക് വേണ്ടിയുള്ള ബാക്കി ഷോട്ട് അവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് വരുന്നുണ്ടായില്ല. അപ്പം പില്ലിയനോട് പറഞ്ഞ് ബ്രോ ഒന്ന് ചെറുതായിട്ട് ഞാൻ വണ്ടി ഓടിക്കണം വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ഷോട്ടും കൂടി എടുത്ത് പുള്ളിക്കാരൻ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ഒരു റോക്ക് സ്റ്റഡി മോഡൊക്കെ ഉണ്ട്. അതാകുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ഷെയ്ക്കായാലും ആ ചെബിറ്റി പോകില്ല. അപ്പം അങ്ങനെ ഒരു കുറച്ച് വീഡിയോ എടുത്ത്. എന്തായാലും മഴ കൊണ്ട് ഞാൻ റെയിൻകോട്ടിൻ്റെ റെയിൻ പാൻസ് ഞാൻ ഊരാൻ തന്നില്ല. ഞാൻ അതിലിട്ട് വെച്ച് മഴ വരുമ്പോൾ കൊട്ടിട്ടാൽ മതിയായില്ല. ഇതിനിടയ്ക്ക് കോട വന്നട്ടോ. കോട നൈസിൻ്റെ ഫുള്ള് കോട. മരുന്നമാരെത്തിയിട്ട് ആ കറക്റ്റൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഇടാത്തത്. പക്ഷെ അവിടെ എത്തിയിട്ടും ഒടുക്കത്തെ കോട നമുക്ക് റോഡ് പോലും കാണാൻ പറ്റില്ല. അമ്മാതിരി കോടയായിരുന്നു. ഇതാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയുടെ പരുന്തുംപാറയുടെ ആ കണ്ട കാറ്റ് തന്നെ ഒടുക്കത്തെ കാറ്റ്, നല്ല കാറ്റും നല്ല കോടയും ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു മൺസൂൺ ടൈം ആയതുകൊണ്ട് അവിടെ നൈസായിട്ട് മൂടി നിൽക്കണം. നമുക്കധികം വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല. പുറകിൽ മാലിയും കുട്ടപ്പനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളിനെ ഇവിടെ വണ്ടി വെച്ചിട്ട് പുള്ളിക്കാരൻ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഇതൊക്കെ എടുത്ത്. ഇതാണ് അപ്പോൾ സത്രത്തിലേക്ക് അങ്ങ് പോണ വഴിയായിട്ട്. അത് വേറൊരു വഴിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്കും ഈ വഴി അറിഞ്ഞില്ല, വേറൊരു റൂട്ട് ചൂസ് ചെയ്താണ് അത് പോയത്. ഇപ്പോൾ അളിയൻ അവിടെ നിന്ന് മാപ്പ് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഇതിലൊരു റൂട്ട് കാണിച്ചു. അപ്പോൾ ഈ റൂട്ട് അങ്ങോട്ട് കയറി. റോഡ് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഓഫ് റോഡ് കിട്ടിയോണ്ട് ഒരു സമാധാനം തുടങ്ങിയിട്ടാ. നമുക്ക് എന്ത് കിട്ടാത്തതെന്ന് നോക്കിക്കുന്ന സാധനമാണിത്. ഈ ബൈക്കും കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനത്തെ റോഡ് കിട്ടില്ലെങ്കിൽ പലവർക്കും വല്ലാത്ത സങ്കടമാണ്. പക്ഷേ ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സങ്കടം മാറും. വേറെ ആശയത്തൊരു പടവനായിരുന്നത്. കിട്ടിയ ചാടി ഇറങ്ങിയില്ലേ? കൊള്ള ഓഫ് റോഡ്. ഓഫ് റോഡ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീഴോട്ടാ. അതൊരു റൂളാണ് അതിനകത്തുള്ളത്. നമ്മൾ അങ്ങനെ ഒരു വീഴും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഓഫ് റോഡും പഠിക്കണത്. ഞാൻ കേട്ടായിരുന്നു.
ആ ആ ആ നമ്മ ഒരു വീഴ്ചയിലെന്താ വരല്ലോട്ടാ, നമ്മൾ ഇനിയും വീഴാൻ റെഡിയാണ്. അതുപോലെ നേരെ വണ്ടി എടുത്ത് ഇനി ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണ യാത്ര തന്നെ മുമ്പോട്ട്. ഞാൻ ആ നടുക്കുടി വെള്ളത്തിൽ കൂടി പോയാൽ മതിയായിരുന്നു. നടുക്കുടി അളിയും പിന്നെ എന്നേലും മുമ്പ് വീണാറും, അതുകൊണ്ട് കുഴപ്പമില്ല. പുള്ളിക്കാരൻ ഞാനും കൂടി വീണപ്പോൾ തൃപ്തിയായി. ഇന്ന് ബാലൻസ് ആയില്ല, ടൈ ആയി. എന്താ പുള്ളിക്കാരൻ പയ്യ സ്ലോ ആക്കണ്ടല്ലോ, എന്തിനുള്ള പുറപ്പാടാണല്ലോ. അങ്ങോട്ട് പോരാ പോണേപ്പോ വണ്ടിയൊക്കെ പോണ്ടിഞ്ഞ് വളക്കണോ, അങ്ങോട്ട് പോയി വളക്കണ്ടേ? അതായത് എസ്റ്റേറ്റ് ആണത്. ആ വള്ളി കിട്ടിയ പണിയാവും. അടിപൊളി. ഇതെല്ലാം ഞാൻ വല്ല സ്വർഗലോകത്തെത്തിയ നല്ല രസമുണ്ടല്ലേ. എന്താണ് പുഴയാണ്. അതിൻ്റെ മേളിൽ ചെറിയൊരു പടം തടാൻ, അതിൻ്റെ മേളിൽ കൂടി നല്ല കോടങ്ങനെ കിടന്നുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര സ്വർഗത്തിൽ എത്തുമല്ലോ ഇത്. എന്തായാലും തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് കോട ഇറങ്ങുമായിരിക്കും ഇവിടെ. അപ്പം എന്നിട്ട് നൈസിൽ വ്യൂ എടുക്കുക ഇവിടുത്തെ. എന്തോ പണിഞ്ഞോണ്ട് ഇരിക്കണ്ടെന്നുണ്ട് മുമ്പോട്ട്. ഇനി മിക്കവാറും ഇങ്ങനത്തെ റോഡൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സത്രു എന്ന സ്ഥലം പണ്ട് ഈ അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുമ്പോഴത്തേക്കും റെസ്റ്റ് ചെയ്യണ സ്ഥലം ഉണ്ടാകും. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകണത്. എൻ്റെ മാതിരി ഒരു വണ്ടി വന്നിട്ടില്ല. നൈസലിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കയറി പോവാൻ മോറി വാസലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ടേസ്റ്റില്ല താഴത്തേക്ക് വേണം നീന്തലും അറിയാം, എന്നാലും പോവും. അളിയും പിന്നെ ആരൊക്കെ ഉണ്ടാലും വഴി ആയിക്കോട്ടെ. ഞങ്ങൾ ആ പരുന്തമാറ കഴിഞ്ഞിട്ടൊരു കട ചായ കുടിക്കാൻ കയറുന്നത്. ആ 3-4 കട ചായക്ക് പുള്ളിക്കാരൻ ഇതിന് സംശയമുണ്ട്. എൻ്റെ പോഞ്ഞോ റൂട്ട് ചോദിച്ച് തിരിച്ചു പോകണ റൂട്ടാണ്ടോ ചോദിച്ച് അവസാനം കടക്കാരൻ്റെ മതിയായിരുന്നു തോന്നുന്നു. ഞാൻ കണ്ട് ഇത്രയും പൊക്കത്ത് പുഴേ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടാ. കാരണം ഞാൻ കഴിഞ്ഞിടത്തെ റൂട്ടല്ല ഈ റൂട്ട്. അപ്പം അത് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഓഫ് റോഡ് സ്റ്റാർട്ടായി. നമ്മളപ്പോൾ ഓൾഡ് സത്രത്തിലോട്ടാണ് പോണത്. ഞാൻ ഈ വഴി വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞോട്ടം ട്രിപ്പ് വന്നപ്പോഴത്തേക്കും മറ്റേ എയർ ട്രിപ്പിൻ്റെ അവിടെ ഉള്ള സത്രത്തിലാണ് പോയത്. ഈ നാട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ്. ഇരുന്ന് ഓടിച്ചതിനെ പണിയാണ്. എന്താണ് ഓടിക്കാം. അതിന് സസ്പെൻഷനൊക്കെ അടിച്ചുകൊണ്ട് റീകണ്ടീഷൻ ചെയ്ത് വെച്ചേക്കണേ. പഴയ സസ്പെൻഷൻ്റെ ആ സുഖമില്ല ഇപ്പം. ചെറിയ ടാസ്കാണ് ഇതോ. പഴയ ബ്രിട്ടീഷ് എസ്റ്റേറ്റ് അങ്ങനെ അളിയാൻ പറഞ്ഞത്. അങ്ങോട്ടേക്ക് പോകണ വഴിയാൻ പറഞ്ഞു. ജീപ്പാരൊക്കെ പോകണ്ടേ ഇപ്പം എന്തെങ്കിലും കാണാണ്ടോ.
വഴിയായിരിക്കും കേട്ടോ. ഈ വഴി കയറുന്നതുകൊണ്ട് ഈ വഴിയാണ് വിശ്വസിക്കുന്നത്. അത് തന്നെ ഈ വഴി ആണോ ഈ മരം പറന്ന് കയറണുണ്ടോ? ഞാൻ പണ്ട് മറ്റേ സത്രം വ്യൂ പോയിന്റ് 3 ഇല്ലേ സ്റ്റെപ്പുള്ള, അവിടെ കൂട്ടുകാരനെ 411 കൊണ്ട് പോയിട്ടുണ്ട്. അത് ചേർന്നു പറയാം കേട്ടോ. ഒരു ടാസ്ക് ആണല്ലോ. ഓട്ടം കള്ളിപ്പാറ അമ്പോ റിവർ ക്രോസിങ്. എക്സ്പൾസഡാ. അയ്യോ ആ ഇല്ല എൻ്റെ പൊന്നോ. വഴിയിലേക്ക് ഏറ്റവും കൂടെ വന്നേക്കണത് ക്യാമറ കിട്ടും തോന്നാനുള്ള മര്യാദക്ക്. ഏത് ട്രാക്ക് പിടിക്കൂടോ? ഈ ട്രാക്കിനെ പിടിക്കുക. അതല്ലേ ആഴ്ക്കെ മൂഞ്ചി മൂഞ്ചി നൈസ്. നല്ല ട്രക്ക് ഇട്ട് അതന്നെ ആ ടോർക്ക് കൊടുത്ത് അങ്ങോട്ട് പോയാൽ മതി. പയ്യൻ കയറിക്കോളൂ. ഇവിടെ നിന്ന് അവർ എന്നിട്ട് നോക്കാം. ഈ ഓഫ് റോഡിന് ഇഷ്ടപ്പെട്ട്. മറ്റേ അപ്പുറത്തെ പത്രത്തിൽ ഇത്രയും പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അറിയില്ല മഴ ഇതൊക്കെ അവിടെ അങ്ങനെ ആയെന്നാവോ. അളിയനെ കാണാനില്ലല്ലോ. അളിയനെ ഞാൻ പില്ലാനുള്ളതുകൊണ്ട് പണിയാണ്. ഇങ്ങനാണോ അങ്ങനാണോ? ഇതായിരിക്കും കയറിക്കോ. എടുത്തോ വന്നാ. നമുക്കതേ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ വട്ടം കൂട്ടുകാരൻ്റെ കൂടി ഒരു കാട്ടിലോട്ട് കയറലുണ്ടല്ലോ. കഴിഞ്ഞ വട്ടം അതിനോട് വന്നപ്പോഴത്തേക്കും ഈ വഴിയാണ് ഞങ്ങൾ പോയത്. എന്ത് പറ്റിയില്ല വേണോ? പണിയാ. ആ കയറ്റം എങ്ങനെ ഉണ്ടായി? കുഴി ഞാൻ ഫുള്ള് നിന്നാ ഓടിക്കണം. അപ്പോൾ ബാലൻസ് കറക്റ്റിട്ടുണ്ട്. ഫുള്ള് നിന്നാ ഓടിക്കണം. അപ്പോൾ ബാലൻസ് കൂടുതലിട്ടും. നിന്നോടിക്കുമ്പോ ബാലൻസ് കൂടുതലിട്ടും. പിന്നെ സസ്പെൻഷന് കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. നടപ്പാർന്നല്ലേ. ഞാൻ എടുക്കട്ടെ? പുല്ല് കുറച്ച് പണിയാ. ഇത് മാറി ഈ ട്രാക്കോട്ട് കയറണം. അവര് പോട്ടെന്നാ നൈസായിട്ട്. ജെന്റിൽ ത്രോട്ട് അടിച്ചു പറഞ്ഞോളം ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ മറ്റേ PhD എടുത്ത ആൾക്കാരാണ്. നമ്മൾ PhD നാട്ടിലാണ്. അതുകൊണ്ട് ഈ ഒരു പോട്ടെ എന്നിട്ട് പോവാം.
ഇറങ്ങല്ലേ അടിക്കല്ലേ ഇല്ല, ചതിക്കൂലെന്ന് അവനടിക്കൂല. നമ്മുടെ ആളാ. അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാം. സത്രം എന്ന് പറഞ്ഞ് ഇവിടെ കയറിയതാ. മറ്റേ എയർ സ്ട്രിപ്പൊക്കെ ഉള്ളത് അപ്പുറത്തല്ലേ? ആ, അത് മറ്റേ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കയറി പോണത്. ഇതേതാ മറ്റേ ബ്രിട്ടീഷുകാരുടെ മറ്റേ ബംഗ്ലാവ് അവിടെയാ? അത്രേ ഉള്ളൂ? ആ, കളി എത്ര ഉള്ളൂ ഇവിടെ? ഇത്ര ഉള്ളൂ. ആ, അപ്പം സത്രത്തിലേക്കുള്ള വഴി നയിച്ചിട്ട് നിന്ന് തെറ്റിപ്പോയേട്ടാ. ആ കയറ്റത്തിൻ്റെ അവിടെ നിന്ന് നേരെ പോകേണ്ടത്. ആ കയറ്റം കയറേണ്ട ആവശ്യം ഉണ്ടായില്ല. അതാണ് സത്രം. മറ്റേ വ്യൂ പോയിന്റ് 3. ഞാൻ നേരത്തെ പോയത് അങ്ങോട്ടേക്കായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം. എന്തായാലും ഈ ഒരു ഓഫ് റോഡ് അടിപൊളിയാണ്. അതേ ആ വഴിയാണ് കേട്ടോ, മറ്റേ വഴി. ആ വഴി ജീപ്പ് കയറിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. കോടായതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല. പിന്നെ അവർ ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണത്. വണ്ടി ഞാൻ ഇറങ്ങിയാലും കയറാൻ പണിയായിരിക്കും. അത് ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് തിരിച്ചു കയറാൻ പണിയാണ്. ആ, കയറണം. നമുക്ക് എങ്ങനെയും കയറാം. ഓഫ് റോഡിൽ ഏറ്റവും പണി ഇറക്കമാണ്. ഫസ്റ്റ് ഗിയറിലിടാം, അവിടെ ഇറക്കാം. അമ്മോ, ഇറക്കത്ത് ക്ലച്ച് വിടാണ്ടിരിക്കുക, പിടിക്കാണ്ടിരിക്കുക. ഇടാണ്ടല്ല, പിടിക്കാണ്ടിരിക്കുക. അയ്യോ, ഇവിടെ തന്നെ സീനില്ല. ആ മെനകെട്ട കയറ്റി ഉതാർന്നു തോന്നുന്നുണ്ട്. കഴിഞ്ഞ സോറി, നമ്മൾ സ്ഥലം മുറ്റിക്കാൻ പാടില്ല. ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സൈഡിലോട്ട് പോകുന്നുണ്ട്. ക്യാമറയുടെ വീട്ടിൽ താഴത്തേക്കായിക്കോട്ടെ, ക്ഷമിക്കട്ടെ. കാരണം ഈ വാട്ടർ പ്രൂഫ് കേസ് ഇട്ടുകൊണ്ട് ഈ സംഭവം ഇത്രയും പൊക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു ടാസ്കായി പോയി. ഹെൽമെറ്റ് പൊക്കിച്ചാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ താഴത്തേക്ക് വരും. ഏതൊന്ന് വെയിറ്റ് ആളീനുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ അളിയനെത്തിയേട്ടാ. കുറച്ച് ടൈം എടുത്തു. പുള്ളിക്കാരൻ്റെ വലിയ വണ്ടിയാണല്ലോ, അതുകൊണ്ടാ. നമുക്ക് പിന്നെയും പയ്യെ ഇറങ്ങാം. അങ്ങനെ അമ്മോ,
അത്യാവശ്യം ക്ഷമ വേണ്ട സംഭവം. പുള്ളിക്കാരൻ പോയാലും എനിക്ക് പോകാൻ പറ്റുമോ? പുള്ളിക്കാരനെ പിരിഞ്ഞുണ്ട്, പിരിഞ്ഞ് ആ ഒരു ഗുണം എനിക്കുണ്ട്. ഇല്ലോ ആ കാലെത്തണമില്ല. Oh shit. കുഴപ്പമുണ്ടാവില്ല, ചെറുതായിട്ടൊന്ന് പേടിച്ച്. പാവപ്പെട്ട അത്ര വ്യൂ പോയിന്റിലേക്ക് പറഞ്ഞേട്ടോ. പോയതാണ് മഞ്ഞ വഴിക്ക് ഞാൻ വീഴാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു വീട്ടിലേക്ക് വീണു. സമയം ചെറാവൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫ്രണ്ടേറപ്പത്തെ ബാക്കേറ് ഇപ്പുറത്താണ് അങ്ങാട് തെറ്റിപ്പോയി. പുറത്താണ് തെറ്റിപ്പോയി. പ്രതീക്ഷിച്ച് വീണോണ്ട് കുഴപ്പമില്ല. വീഴുമെങ്കിലും വീഴുന്നറിയാലോ. വണ്ടിയും കറങ്ങി ഞാനും കറങ്ങി വീഴും. ഞാൻ എപ്പോഴും താട്ടിറക്കും. നല്ല ലിവറാണ് കേട്ടോ. വീഴുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും.
നല്ല ചെളിയാട്ടാ. ക്യാമറ ഓണാക്കി എന്റെ മുഖം. അവിടെ പോരെ, എന്റെ പോരെ അന്നമ്മ വിളിച്ചു. ഇതിന് ചെറിയ ഓഫ് റോഡല്ലേ, മറ്റേ അത്ര കേട്ടാൻ പറ്റും. ഇവിടെ നിന്നായിട്ട് ഇറങ്ങിയിട്ടൊന്നും കേട്ടായിരുന്നു. അളി വീക്കെട്ട് ഞാൻ പറഞ്ഞു. ഇന്ന് കുഴപ്പമില്ലല്ലോ, ഇന്നത്തെ അത്രയും പ്രശ്നമില്ല. അന്ന് ഇതേക്കാൻ ടാസ്ക്കാണ്. ഇതേ സ്പോട്ടിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഹിമാലയം വെച്ച് വന്നത്. My man. ഇവിടെ നമ്മുടെ പൊന്നുകളിരുന്ന് കമോൺ വന്നോ. എനിക്ക് ഈ കയറ്റം കേട്ടുന്നുണ്ട്. ഈ കേട്ട് കളി അങ്ങനുണ്ട്. നൈസല്ലേ, ഞാൻ പറയില്ലേ. ട്രിപ്പ് വന്നത് അവിടെ ഉണ്ടോ, അവിടെ ആയിട്ട് വന്നത്. ആ റൺവേ ഇപ്പൊ കാണാൻ പറ്റില്ല, കോട കൊണ്ട് മൂടിക്കിടക്കണേണ് റൺവേ. നൈസ്. റൈറ്റ് അടിക്കും. ആ എണിച്ച് നോക്കോ. തെഞ്ഞ് എടാ കള്ള. പോട്ടെ പോട്ടെ പോട്ടെ. അളിയാ വരട്ടെ.
ഇപ്പത്തെ കേട്ടണ ഓക്കെ കണ്ണടക്കം തുറക്കട്ടെ പോണം ആ അയച്ചോ എന്റെ പൊന്നോ ഗിയറിലല്ലേ ആ ക്രാഷ് കാർഡ് പിടിച്ചോ പൊക്കിക്കോ അത് നേരാക്ക് ടയർ നേരാക്ക് ഹാൻഡിൽ നേരാക്ക് ഇല്ല ഞാൻ പിടിച്ചിട്ടുണ്ട് ഗിയറിലല്ലേ വണ്ടി ഇറങ്ങൂല അതിനെ അവിടെ തന്നെ കയറിക്കോ കേറ്റ അല്ല ഇവിടെ നിന്ന് വരില്ല ഏറെ കുഴിയിലേക്ക് ഇറക്കിക്കോ ആ ഹാൻഡിൽ സ്റ്റഡി ആക്ക് ക്ലച്ച് പിടിച്ചിറക്ക പയ്യേ ആ വിട്ട് ക്ലച്ച് പിടിക്ക് ആ പയ്യ വിട്ടാൽ മതി അപ്പുറത്തെ ട്രാക്കിലേക്ക് നോക്കണ്ട ഇറങ്ങൂല ആ ആ ആ ആ ബാക്കിറക്കാം കേറ്റാ തള്ളിക്ക് തന്നെ കേട്ടോ കുഴപ്പമില്ല ഇരിക്കോ തള്ളിക്കേറാം ഇല്ലേ പിന്നെ അങ്ങനെ പൂശിയാണ് പുറകോട്ടാ അത് വാ ക്ലച്ച് പിടിച്ചിറക്ക് വാ ആ പിടിച്ചോ ഞാൻ പോറില്ല പിടിച്ചോ ഞാൻ പറയും വിട്ടാ മതി വിട് പിടിച്ചിട്ട് ഇറക്ക് ക്യാമറ നോക്ക് കേട്ടെ അളിയമ്പോലെ കൂടി കറിയാൻ പോലെ ആ വേറെ കുഴപ്പമില്ല ആ വഴി കയറി എഞ്ചിൻ പുകഞ്ഞാന്നാവോ പുകയൊക്കെ വണ്ടി
ലെറ്റ്സ് ഗോ. പൊളി. ഈ വഴി വന്നാൽ മതി. അങ്ങനെയൊക്കെ മറിഞ്ഞ കിട്ടുകയിലുണ്ടാവില്ലായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ ഈ വഴി കയറി വന്നു, അതുകൊണ്ട് അന്നും പ്രശ്നം ഉണ്ടായിരുന്നു. ഈ 411 വെച്ച് ഹിമാലയന് 411 അല്ല പഴയ ആ സാധനം വെച്ച് ഞാൻ ഒരു ചുമ്മാ കയറി. അത് നമുക്ക് തിരിക്കുമ്പോൾ തന്നെ ടോർക്ക് കിട്ടുമല്ല, അതുകൊണ്ട് ഒരു പഴം പോലെ അറിയാം. അതുകൊണ്ട് എൻ്റെ അമ്മോ, അത് തന്നെ അടുത്തത്. ഓക്കെ, ചെറുതായിട്ടും ശ്രദ്ധിച്ചു പോയി. പയ്യെ കാണാം. വീടിന് വേണ്ടൊരു കഴിവ് കിട്ടി ചാടി ഇറങ്ങാൻ വേണ്ടി. ആശാനെ പുച്ഛിച്ചത് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. പുച്ഛിച്ചല്ലേട്ടടാ, അന്നത്തെ ഒരു ഇത് പറഞ്ഞതാ. ഇന്നത്തെ ഓഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. കാരണം ഞാൻ പുള്ളിക്കാനായിട്ട് ആദ്യത്തെ ട്രിപ്പ് വന്നത്. ഞങ്ങളിങ്ങനെ കുറേ ദിവസമായി പ്ലാൻ ചെയ്ത് അവസാനം ഇന്നാണ് ഒത്തിയിട്ടപ്പോൾ ഒരു അടിപൊളി കിടിലൻ ഓഫ് റോഡും കിട്ടി. നമ്മുടെ ക്ലൈമറ്റും കണ്ട, ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ്, കോടയും മഴയത്ത് ഓഫ് റോഡ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഓർന്ന്. അതങ്ങനെ സാധിച്ച് കിട്ടി. പരുന്തുംപാറയ്ക്ക് ഇങ്ങനെയല്ലേ? യൂട്ടേൺ എടുത്തോ പരുന്തുംപാറയ്ക്കല്ലേ? അങ്ങനെ പോകാൻ പറ്റുമോ? ഞങ്ങളൊന്ന് ആ വഴി പോയായിരുന്നു. ഞങ്ങളതിങ്ങനെ ഇറങ്ങിയിട്ടേ ആ വഴിയാണ് പോയത്. ആ അപ്പം അന്ന് ആ വഴി പോയെന്ന് തോന്നിയായിരിക്കും. അപ്പം ഈ വഴി തന്നെ പോവാം. ആ വഴി പോയാൽ സത്രം മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ വന്ന വഴി ഞാൻ തിരിച്ച് റിട്ടേൺ അടിക്കാം. അത് രസമുണ്ടാ. പുള്ളിക്കാരൻ ഈ വണ്ടി എടുത്ത് ഓടിച്ച് മറ്റേ ഞാനൊരു കയറ്റം കയറില്ല അവസാനം. ആ കയറ്റം കയറി പുള്ളിക്കാരൻ എങ്ങനെയാ ഞെട്ടിരിക്കണുണ്ട്. കാരണം മറ്റേതിന് അത്രയും വെയിറ്റുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ കയറിയപ്പോൾ കുറച്ച് പണി കിട്ടിയായിരുന്നു. അതൊരു മുക്കായോളായപ്പോഴത്തേക്കും വണ്ടി നിന്നുപോയി കയ്യിൽ നിന്ന്. ഇത് പുള്ളി പഴം പോലെ കയറ്റി. കാരണം ഇതിൻ്റെ വെയിറ്റ് കുറവാണ്, അതിനാണെങ്കിൽ വെയിറ്റ് കൂടുതല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് പുള്ളിക്കാരൻ നല്ലപോലെ കിട്ടി. എനിക്ക് തോന്നുന്നു കുറച്ച് ഓവൻ്റെ പെട്ടെന്ന് കിട്ടുന്ന തോന്നി അതിനകത്ത്. ഓൾറെഡി ഞാൻ പിന്നെ ഈ എക്സോസ്റ്റും ഫിൽറ്ററും ഒക്കെ മാറ്റിക്കൊണ്ട് പിന്നെ ക്രോട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് എയർലി ടോർക്ക് പെട്ടെന്ന് കിട്ടും. കുറച്ച് തിരിച്ചാൽ മതിയല്ല. അപ്പോൾ ആ വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇത്ര ആർക്കത്തിന് മുകളിലേക്ക് കീപ്പ് ചെയ്താലേ ആ വണ്ടിയിൽ അത്രയും ഒരു ടോർക്ക് അങ്ങോട്ട് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ടോർക്ക് കട്ട് ചെയ്യാണ്ട് അങ്ങോട്ട് കയറ്റി പോകണം. ഇത് പുള്ളിക്കാരൻ നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഇതുകൊണ്ട് ഓഫ് റോഡ് പോകാൻ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ മനോഹരമായി നടന്നങ്ങനെ ഇല്ല. നൈസാണ് ഇങ്ങനെ മഴയത്തൊക്കെ നമ്മളിങ്ങനെ ഹൈറേഞ്ച് റൈഡൊക്കെ വരാൻ വേണ്ടി. ആ ഒരു കോട കാറ്റ് മൂടി പൊന്നോ വേറൊന്നും വേണ്ട. ഇനി രാവിലെ നമ്മത്തേക്ക് ഇത്രയും കാണാൻ പറ്റിയില്ല. ഇത് കണ്ട സൈഡിൽ കൂടി പുഴ, ആ വ്യൂ കൊള്ളാട്ടാ. ഇവിടെ മതിയാ? അപ്പോൾ 2 പിക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞു. 2 പിക്ക് എടുക്കട്ടെ. അങ്ങനെ സംഭവം നമ്മൾ ഇടയ്ക്ക് യാത്ര പോകണം അല്ലാണ്ട്. കാരണം നമ്മളൊന്ന് പ്രകൃതിയെ കണക്റ്റ് ആവും. അത് ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ശരിക്കും കണക്റ്റ് ആവും. നമ്മളപ്പോഴായിരിക്കും നമ്മുടെ ലിമിറ്റ്സ് ഒക്കെ അറിഞ്ഞിട്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണത്. ഞാനിപ്പോൾ കള്ളിപ്പുറ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു വൃത്തിയായിട്ട് ഓഫ് റോഡ് ആയിരുന്നു. കാരണം ഞാൻ ഇതിനേലും കൂടുതൽ നല്ല കഷ്ടപ്പെട്ട് പിന്നെ പേടിയായിരുന്നു. ഇപ്പം ഞാൻ കയറ്റം കുറച്ച് പേടിയായി. പക്ഷേ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൽ നല്ലപോലെ ബെറ്റർ ആയിട്ടൊന്ന് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഇടയ്ക്ക് ട്രിപ്പ് പോയി അങ്ങനെ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കണം നല്ലതാണ്. ടെസ്റ്റ് യുവർ ലിമിറ്റ്സ് എന്നൊക്കെ പറയൂല. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണം നല്ലതാണ് ഇടയ്ക്ക്.
ആശാനെ നാളെ കൊണ്ടിട്ടൊന്ന് കഴുകണം. ഇത് കണ്ട ചൂടായിട്ട് ആവി അടിച്ചു പോയി. ഈ സംഭവം സീനാട്ട് പറയാൻ ചിലപ്പോണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, വണ്ടിക്കാവരെ പവർ തന്നെ അതെ. ആ ഫ്രീ ഫ്ലോ ആകുമ്പോഴത്തേക്കും പവർ തന്നെ അതെ. കിടിലാണ് കിടിലൻ. ഇപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ വ്യൂ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം. ഓക്കെ, അല്ലല്ലേ തിരിച്ച് പറന്നമ്പാറ എത്തി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നേരെ വീട്ടിലേക്കാണ്. ഇന്നത്തെ റൈഡും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടയർഡൊക്കെ ആയി. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോകണതാണ്. ഇവിടെ നിന്ന് മാഗിയൊക്കെ കഴിച്ച്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഇത് അവസാനം ചെറിയൊരു പരിപാടി ചെയ്തതാണ്.